അങ്ങനെ ലൈവില് ഉസ്താദ് റെസ്പെക്ട് റിലീജിയൻ മോനെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എന്റെ ഉമ്മ സത്യം പ്രൊമോഷൻ അല്ല മുത്ത 100% വേർത്ത് മണി കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള മൂവി. ഓക്കെ ആരാ നോക്കി റെസ്പെക്ട് റിലീജിയൻ റെസ്പെക്ട് നമ്മള് 100% നമ്മൾ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത്. നബിദിനത്തിന് ഉസ്താമാരെ കൊണ്ടുവന്നിട്ട് മൗലൂദ് നടത്തി കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്ട് ആവുമോ എന്നുള്ളതാണ് എന്റെ പേടി. മനസ്സിലാവും? അങ്ങനെ ലൈവില് ഉസ്താമാരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റിന്റെ കൊണ്ടുവന്നൂടെ? ഇത് പുലിയല്ല. റെസ്പെക്ട് റിലീജിയൻ മമ്മു കിക്കുന്നു. മമ്മു ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ എന്താണ് ഇവിടെ ചെയ്തത് മഹാരാജാവേ? മമ്മൂക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. മമ്മു ഏത് ക്യാരക്ടർ ഇട്ടാലും ആരെങ്കിലും എല്ലാം ഡിസ്റെസ്പെക്ട് ചെയ്യും. അല്ലാണ്ട് ഇവന് ജീവിക്കാൻ കഴിയില്ലാന്ന് തോന്നുന്നു. മമ്മൂനെ കിക്ക് ചെയ്താലോ? എന്താ പറയുന്നത്? വേണ്ട, എന്നാ അവിടെ പോയിട്ട് ഇരിക്കും. അത് രാജാവല്ല തീരുമാനിക്കേണ്ടത്, വേട്ടക്കാരനാണ്. ആരെ കൊല്ലണം, ആരെ ഇതാക്കണം. ഓണം ഈസ് നോട്ട് റിലേറ്റഡ് ടു റിലീജിയൻ. അതെ, ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളാകും ഇമോഷൻ ഫോർ എവരിവൺ. കാര്യം ഓണം എന്ന് പറഞ്ഞാൽ റിലീജിയൻ സ്ട്രീം അല്ല. പറ ദേവാ, ഒരു കുമ്മാട്ടി വന്നിട്ടുണ്ട്. കുമ്മാട്ടി വേഷമൊക്കെ കെട്ടി ഒരു കുമ്മാട്ടി തലയും വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ആരും വന്നു. ഇതെനക്ക് അറിയില്ല. ഇത് കുമ്മാട്ടി വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. വിളിക്ക് നോക്കട്ടെ. വിളി കേറ്റ്. വേറെ ആരും വിളിച്ചതാ? ആരും അറിയുന്നോളാം. ക്യാപ്റ്റൻ അമേരിക്കന്റെ ഭാഷ ഇട്ടിട്ട് നീ ഇങ്ങനെ കൊയിലാണ്ടി വർത്താനം പറയില്ല. കൊറേ സമയമായി നീ ക്യാപ്റ്റൻ അമേരിക്കന്റെ ഭാഷ ഇട്ടിട്ടാ? അല്ല, ക്യാപ്റ്റൻ അമേരിക്കന്റെ ഭാരതത്തിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ഗസ്റ്റ് ആരാന്ന്? ഗസ്റ്റ് ഇല്ല. ഇന്ന് ഗസ്റ്റ് ഇല്ല. നാളെ മറ്റന്നാളെ ഗസ്റ്റ്. മറ്റന്നാളെ എല്ലാരും എനിക്ക് കുമ്മാട്ടി ആരാ? ഇതാരാ? ഇതെനക്കറിയില്ല. സത്യം ഇതെനക്കറിയില്ല. ക്യാമിയോ ഇത് ക്യാമിയോ? ഇതാരാ? നോക്കട്ടെ. ഇതെവിടുന്ന് വരുന്നത്? മുഖം കാണിക്കോ? അല്ല, ബുദ്ധിമുട്ടില്ലേ മാത്രം. അറിയുന്ന ആരെങ്കിലും അത് നോക്കാനോ? അല്ല വേണ്ട, കുഴപ്പമില്ല. മുഖം കാണിക്കണ്ട. വാ. നിങ്ങളെ പേരെന്താ? റിയൽ നെയിം പറയൂ. ലോക ക്യാമിയോസ്. ലോകയില് ക്യാമിയോസ് ഉണ്ട് മുത്ത. അത് ഞാൻ പറയുന്നില്ല. അത് മറ്റേ സിനിമയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. മറ്റേ സിനിമയിൽ പെപ്പ ഉണ്ട് എന്ന് ക്യാമിയോ ഞാൻ പറഞ്ഞത്. അതിന്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവര്. പെപ്പേന്റെ സിനിമയിലെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു പെപ്പയുള്ള. പക്ഷെ ഇതിന്റെ അവര് പോസ്റ്റർ ഒന്നും ഇറക്കിയില്ല. അതുകൊണ്ട് പോസ്റ്റർ ഒന്നും ഇറക്കി. ഇതാണ് നമ്മളെ ലുക്കൻ. നല്ല കൊള്ളാലോ. സംസാരിക്കാണെങ്കിൽ അപ്പുറത്ത് പോയി സംസാരിക്കാം. നീ അല്ലെങ്കിൽ തന്നെ ലൈവ് കൊളാക്കിയിട്ടുള്ള മമ്മു. കാര്യം പറയാലോ. കൊറേ കൊണക്കല്ല. പരിചയപ്പെട്ടു. എന്താന്ന് പേരെന്താ? സജിൻ ഫ്രം പാലക്കാട്. ഇതെങ്ങനെ നീ കറക്റ്റ് കോസ്റ്റ്യൂം എല്ലാം ഇടത്തി? സ്ക്രിപ്റ്റ് 100% എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം എനിക്ക് ഇവരെ പരിചയമില്ല. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്. ഇത് കറക്റ്റ് സമയത്ത് ഇങ്ങനത്തെ ആൾക്കാർ വന്ന് കയറുന്നത് എനക്കറിയില്ല. സത്യം എനക്കറിയില്ല. കഷ്ടപ്പെട്ട് 7 മണിക്ക് കടയടക്കണ 7 മണിക്ക് കടയടിക്കും. ഞാൻ കഷ്ടപ്പെട്ട് 7:30 ആകുമ്പോ വിളിച്ച് 100 കട വിളിച്ചിട്ടാണ് ഈ കോസ്റ്റ്യൂം സെറ്റ് ആക്കി. അല്ല, ഇന്ന് നമ്മള് കോസ്റ്റ്യൂം സ്ട്രീം ചെയ്യുന്നത് നിനക്ക് എന്താ ഉറപ്പ്? നമ്മള് നാളെയാന്ന് ചെയ്യുന്നെങ്കിലും. അല്ല, ഇന്നലെ ഞാൻ ലൈവ് കണ്ടല്ലോ. ആണോ? എന്തായാലും താങ്ക് യു. കൊള്ളാം. അപ്പൊ കളിച്ചോ. ബാക്കി ഇട്ടോ. സാധനം ഇട്ടോ. ഡയലോഗ് ഇല്ലാത്ത ഒരുത്തനുണ്ട്. അതാരാ? ഡയലോഗ് ഇല്ലാത്ത ആരാ? കൃഷ്ണനാണോ? ഇതിനകത്ത് ലോകത്ത്